നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ മരണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ലോകം. ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചത്. ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ റൌസി നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും മോദി എക്സിൽ കുറിച്ചു. റൌസിയുടെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങൾക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായും മോദി കുറിച്ചു. നേരത്തെ അദ്ദേഹം അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ ആ സമയത്ത് മോദി എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: പ്രസിഡന്റ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട റിപ്പോർട്ടുകളിൽ അഗാധമായ ആശങ്കയുണ്ട്. ദുരിതത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദി ആദ്യം എക്സിൽ കുറിച്ചത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. 63 വയസ്സായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാൻ, കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി, കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുല്ല മുഹമ്മദ് അലി ആലു ഹാഷി അടക്കമുള്ളവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. 9ഓളം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതായും ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നും ഇറാൻ അധികൃതർ പറയുന്നു. തകർന്നു കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇറാൻ അസർബൈജാൻ അതിർത്തി പ്രദേശത്ത് കിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. 3 ഹെലികോപ്റ്ററുകൾ പ്രസിഡന്റിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നു. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021 ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനിയുടെയും വത്സല ശിഷ്യനും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകും എന്നുവരെ കരുതപ്പെട്ടിരുന്ന ഒരു കരുത്തുറ്റ നേതാവായിരുന്നു. 15-ാം വയസ്സിൽ പ്രശസ്തമായ ക്യും മത പാഠശാലയിൽ പഠനത്തിൽ ചേർന്ന റൈസിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം കിട്ടിയിരുന്നു. വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം. പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി. 1983 ജമീലെ അലമോൽ ദഹയെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത അതിദാരുണമായ ഈ ദുരന്തത്തിൽ, ഈ മരണത്തിൽ ലോകം നടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ ദിവസങ്ങളിൽ കൂടിയായിരിക്കും ഇറാൻ കടന്നു പോകുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.